അർജുനെ കിട്ടിയല്ലോ അല്ലേ? കിട്ടുകയും ചെയ്തു. നമ്മൾ സംസ്കാരം കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കഴിയുകയും ചെയ്തു, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ. പിന്നെ ഇപ്പം പിന്നെ നിങ്ങൾക്ക് എന്താ ജോലി വല്ലതും? കിട്ടി, സർക്കാരിൻ്റെ വക ജോലി കിട്ടി, അർജുൻ്റെ വൈഫിന് ജോലി കിട്ടി, സെറ്റിലായി. ഓക്കെ, കുഴപ്പമില്ല. മാത്രമല്ല ഒരു 7 ലക്ഷം റുപ്യ ഇന്നലെ സർക്കാർ തന്നിട്ടുണ്ട്. പിന്നെ കർണാടക സർക്കാർ ഒരു 5 ലക്ഷവും തന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ സെറ്റിലാണ് അല്ലേ? അതെ, അർജുൻ പോയി എന്നുള്ള ഒരിക്കലും തീരാത്ത വിഷമം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റിലാണ്. സമാധാനം അല്ലേ? നമ്മൾ കംപ്ലീറ്റ്ലി പാലം കൊണ്ട് കിടന്നല്ലോ. ഞാൻ പാലം കൊണ്ട് വലിച്ചാലോ നമ്മൾ? അതിനൊരാൾ വരാനുണ്ട്. ആരാ? അളിയൻ വരട്ടെ. അളിയനും പെങ്ങളും കൂടെ വന്നിട്ട് നമുക്ക് പാലം വലിച്ചാളാം. എന്തായാലും നന്നായി. അളിയൻ വന്നാൽ എന്തായാലും നന്നായി. അളിയൻ അലുവിയും കൊണ്ട് തന്നെ വരുന്നുണ്ട്. അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ മനാഫിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. കലാപാഹ്വാനത്തിനാണ് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്നാലെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ആ വാർത്ത ആശങ്കപ്പെടുത്തുന്നൊരു വാർത്തയാണ്. മനാഫിനെതിരെ കുടുംബം നിലപാട് കടുപ്പിക്കുകയാണോ? ഈ ചേവായൂർ പോലീസിന് എന്ത് പരാതിയാണ് കുടുംബം കൊടുത്തിരിക്കുന്നത്? കലാപാഹ്വാനം അടക്കമുള്ള വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കണമെങ്കിൽ ആ പരാതിയിൽ അത് ഉണ്ടാകണമല്ലോ. എന്ത് കലാപാഹ്വാനമാണ് മനാഫ് നടത്തിയതെന്നാണ് കുടുംബം പറയുന്നത്? അഭിലാഷ്. അനന്ത്കുമാർ, സമാനതകളില്ലാത്ത ഒരു ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തിയപ്പോൾ അതിനുശേഷമുണ്ടായ വിവാദങ്ങളൊക്കെ കേരള സമൂഹം ഒട്ടും ആഗ്രഹിക്കുന്ന തരത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം മനാഫിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ അർജുന്റെ കുടുംബത്തിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായത്. ഇതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മനാഫ് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള അറ്റാക്ക് അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഇതിന് സമാനമായ അതേ ഒരു സമയത്ത് തന്നെയാണ് അർജുന്റെ സഹോദരിയെ അഞ്ജു സിറ്റി പോലീസ് കമ്മീഷണർക്ക് തങ്ങൾ നേരിടുന്ന സൈബർ അറ്റാക്കിനെതിരെ ഒരു പരാതി നൽകിയത്. ഈ പരാതി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുകയും ചെയ്തു. ACPക്കാണ് അന്വേഷണ ചുമതല. ഈ പരാതിയിലാണ് ഇപ്പോൾ മനാഫിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. BNS 120, BNS 192, അതോടൊപ്പം തന്നെ 120O, കേരള പോലീസ് ആക്ട് 120O എന്നീ 2 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു മനാഫിന്റെ ചില പ്രതികരണങ്ങൾ ഈ കുടുംബത്തിന് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എന്ന് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പേർക്കെതിരെ FIR എടുക്കുമെന്നുള്ള കാര്യം കൂടി ACP വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിരവധി അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അപകീർത്തികരമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മനാഫിനെതിരെ ആദ്യമായി FIR ചാർജ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അർജുന്റെ കുടുംബത്തിന്റെ നിരന്തരമായുള്ള ഒരു ആവശ്യമായിരുന്നു ഈ സേവ് അർജുൻ. അഭിലാഷ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ മനാഫ് എന്ന നിലയിലുള്ള പരാതിയാണോ കുടുംബം കൊടുത്തത്? കാരണം കലാപാഹ്വാനമൊക്കെ ചുമത്തണമെങ്കിൽ മനാഫ് നമ്മളോട് പറഞ്ഞതും മനാഫ് മറ്റു മാധ്യമങ്ങൾക്ക് കൊടുത്തതുമായ വാക്കുകളിലൊന്നും കുടുംബത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള വാക്കുകളായിരുന്നില്ല. അതിലൊരു കലാപാഹ്വാനത്തിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുമില്ല. ഈ കലാപാഹ്വാനം എങ്ങനെ വന്നു ഇതിൽ? ഈ അഞ്ചു നൽകിയിരിക്കുന്ന പരാതിയിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ പേര് ചേർത്തുകൊണ്ടായിരുന്നില്ല നൽകിയിരുന്നത് എന്നുള്ളതാണ് നമ്മളോട് ജിതിൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. പൊതുവായിട്ട് തങ്ങൾ നേരിടുന്ന ഒരു സൈബർ അറ്റാക്കിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈ മനാഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, മനാഫിന്റെ പ്രതികരണങ്ങളാണ് എന്നതുകൊണ്ട് തന്നെയാണ് മനാഫിലേക്ക് ഈ അന്വേഷണം എത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് കാണുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ മനാഫിനെതിരെ കലാപശ്രമം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി ഈ കേസെടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ചില ഗ്രൂപ്പുകളൊക്കെ ഇതിന് സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽ ഇതിനകം തന്നെ പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കും ഇത്രയും ഗൗരവമുള്ള വകുപ്പുകൾ കൂടി ചേർക്കാൻ പോലീസ് നിർബന്ധിതരായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തൊക്കെ കേസുകളല്ലേ കുടുംബത്തിനെ, മനാഫ് കുടുംബത്തിനെ എന്താ പറയുക, സൈബർ ആക്രമണങ്ങൾ നടത്തി മനാഫിന്റെ ചാനലിലൂടെ കൂടി. അതുകൊണ്ട് ആൾക്കാരത് ഏറ്റുപിടിച്ചു, കലാപാഹ്വാനം വരെ ഉണ്ടാക്കി. നിനക്കൊന്നും നന്ദി എന്ന് പറഞ്ഞതില്ലേ? ഇവിടം കൊണ്ട് മനാഫ് ഇത്രയും ദിവസം സംസാരിച്ചതിൽ എവിടെയെങ്കിലും നിങ്ങളെ കുടുംബത്തിനെ തള്ളി പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ വളരെ മോശമാണ്, അവരത് ചെയ്തു, അവരെന്നെ ഇല്ലാണ്ടാക്കി, അവരെനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കി, എവിടെയെങ്കിലും ഒരു ബൈറ്റ് മനാഫിന് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും മനാഫ് അർജുൻ്റെ കുടുംബത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ പൈസ പിരിച്ചിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, അർജുൻ്റെ പേര് ഞാൻ ഓർക്കിടുന്നില്ല, ഇങ്ങനെ ഒരു 100 കാര്യങ്ങളല്ലാതെ മനാഫ് എപ്പോഴേ നിങ്ങൾക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചു വിട്ടിട്ട് നടക്കുന്നത്? അല്ലെങ്കിൽ എപ്പോഴേ മനാഫ് നാട്ടിൽ കലാപാഹ്വാനം ഉണ്ടാക്കിയത്? അർജുന്റെ ഫാമിലി എന്റെ ഫാമിലി. ഞാൻ പറഞ്ഞ പുറമെ ഉള്ള ആളുകൾ, ഇതിൽ കളിക്കുന്ന ആളുകൾ എന്റെ വായ തുറപ്പിക്കാതെ നിൽക്കണതാണ് അവർക്ക് ഏറ്റവും നല്ലത്. ഈ ആദരവുകൾ കിട്ടും. നേരത്തെ പറഞ്ഞ് മുക്കത്ത് പോയപ്പോൾ ഒരു തുക തരാമെന്ന് പറഞ്ഞു, അത് വാങ്ങില്ല. ഇല്ല, അവർക്ക് വേണ്ടാത്തതിനോണ്ടാണ്. ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മുതലെടുപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല. ചില തെറ്റിദ്ധാരണകളാണ്. വിഷവിത്തുക്കളുണ്ട്, മനസ്സിൻ്റെ ഉള്ളിൽ വിഷമാണ് ചില ആളുകൾ. ഈ നന്മമരം എന്നുള്ള പ്രയോഗത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ടാഗ് ലൈൻ ആക്കിയിട്ട് ഇത് പോയിപ്പോരുത്. മനാഫ് മാത്രം ഒരു അവകാശവാദം എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അവർ കടമയാണ്, അവർ ചെയ്ത്. എനിക്ക് ഒരു ദിവസം 500-ൽ കൂടുതൽ ഫോൺ വരുന്നുണ്ട്.
ഞാൻ ആ ഫോണിൽ സത്യത്തിൽ സ്നേഹമുള്ള മനുഷ്യന്മാരാണ് പൂർണ്ണമായിട്ടുള്ളത്. കരയാണ് ആളുകൾ. ഒറ്റ ദിവസം കൊണ്ട് 2.5 ലക്ഷത്തിന് മുകളിലായി. പക്ഷെ വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിൽ അതെ, പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത്. ഞാൻ വാങ്ങിയ അടിയും അവർ അടിക്കാതെ നിൽക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നമാതിരി ശ്രമിച്ചിട്ടാണ് ഇതാവുന്നത്. ഇത് കേൾക്കുന്ന പോലീസുകാർക്ക് ഒരു ഇതില്ല. പോലീസുകാർ ഇങ്ങനെയാണോ കേസെടുക്കുന്നത്? ഈ ആരെന്ത് വന്ന് പറഞ്ഞാൽ അതുപോലെ കേസ് എഴുതുമോ പോലീസുകാർ? FIR ഇടാൻ പറ്റുമോ പോലീസുകാർക്ക്? ഇത് എന്ത് അവസ്ഥ? ഇനി ഒരാൾക്ക്, ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലൊക്കെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാൻ നിൽക്കുമോ? ഇനി നമ്മുടെ മലയാളികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റി നിങ്ങൾ വിചാരിക്കും, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഓണേഴ്സ് ആണെങ്കിലോ ഡ്രൈവേഴ്സ് ആണെങ്കിലോ ജോലിക്കാരാണെങ്കിലോ മുതലാളിമാരാണെങ്കിൽ ആരെങ്കിലും ഇനി സഹായിക്കാൻ നിൽക്കുമോ? കാരണം നിങ്ങളുടെ മാതൃകയല്ലേ ഇവർ കാണുന്നത്. ഇപ്പോഴും നിങ്ങളുടെ മാനസികാവസ്ഥയും മനാഫിൻ്റെ മാനസികാവസ്ഥയും ഒക്കെ അറിഞ്ഞിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഇമ്മാതിരി പരിപാടിക്ക് നിൽക്കാവോ? ഇത്രയും വലിയ രൂക്ഷ കേസുകളൊക്കെയാണോ ഒരാളുടെ മേൽ കൊണ്ടിടുന്നത്? വല്ലാത്ത നാട്ടുകാരെ പറയുന്നില്ല, വല്ലാത്തൊരവസ്ഥ. കഷ്ടട്ടോ.